ഞാനൊക്കെ ഏറ്റവും കൂടുതൽ ബാഡ് ചോയ്സസും അത്യാവശ്യം കുറ്റബോധവും തൊട്ടിത്തരവും കാണിച്ചൊരു സമയമായിരുന്നു എൻ്റെ സ്കൂൾ ലൈഫ്. അങ്ങനെ പ്യൂബേർട്ടി പീരീഡിലെത്തിയ റൈലിയുടെ ജീവിതം എങ്ങനെയൊക്കെയാണ് മാറണേന്ന് കാണിക്കുന്ന സിനിമയാണ് ഇൻസൈഡ് ഔട്ട് 2. ഇൻസൈഡ് ഔട്ട് 1 കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സീക്വൽ എനിക്ക് ആവറേജ് ആയിട്ട് തോന്നിയുള്ളൂ. പക്ഷേ ഈ ഒരു സിനിമയ്ക്ക് നല്ലൊരു സാറ്റിസ്ഫൈങ് ആൻഡ് സൂത്തിങ് എൻഡിങ് ഉള്ളതുകൊണ്ട് നമുക്ക് എബവ് ആവറേജ് എന്നും വേണമെങ്കിൽ പറയാം. ആദ്യത്തെ 10 മിനിറ്റും അവസാനത്തെ 15 മിനിറ്റാണ് എനിക്ക് ഈ ഹോൾ 1.5 മണിക്കൂറിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയത്. അതിന്റെ ഇടയ്ക്കുള്ളത് ബാഡ് റൈറ്റിംഗ് ആണെന്ന് തന്നെ പറയാം. അൺനെസറി ക്യാരക്ടേഴ്സും ഓവറായിട്ട് ഡ്രാമയെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പലപ്പോഴും. അതിനെയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് പിടിച്ചിരുത്തുന്നത് ഇതിലെ ലവ്ലി ക്യാരക്ടേഴ്സും അവരുടെ കെമിസ്ട്രിയാണ്. അവരുടെ ഫൺ അഡ്വഞ്ചറസ് മൊമെന്റ്സ് ഡയലോഗ്സ് ഒക്കെ ചിരിക്കാനും അത്യാവശ്യമുണ്ട്. ഡെബ്യൂ ഡയറക്ഷൻ ബൈ കെൽസി മാൻ, ഇനി അത്ര ഹാപ്പി അല്ല ഈ വർക്ക് കൊണ്ട്. ആൻഡ്രിയ കാറ്റ്സ്മാന്റെ മ്യൂസിക് പ്രീവിയസ് പ്രീക്വലിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ തന്നെയാണ്. വളരെ ഭയങ്കര വല്ലാത്തൊരു കാംനെസ് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ നമുക്ക് തരുന്നുണ്ട്. കിടില മ്യൂസിക്കൽ വർക്ക് തന്നെയാണ്. വോയിസ് ആക്ടേഴ്സ് നല്ല വർക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. ഓവറോൾ ഒരു ആവറേജ് സീക്വൽ ആണ് ഇൻസൈഡ് ഔട്ട് 2.